കോൺഗ്രസിന്റെ DGP ഓഫീസിൽ മാർച്ചിൽ KPCC പ്രസിഡന്റ് K സുധാകരനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. പ്രതിപക്ഷ നേതാവ് VT സതീശനാണ് രണ്ടാം പ്രതി. രമേശ് ചെന്നിത്തലയും MP മാരുമടക്കം കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെയും കേസ്. പോലീസിനെ ആക്രമിക്കൽ, മാധ്യമപ്രവർത്തകനെ കല്ലെറിയൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസ് മർദ്ദനത്തിനെതിരെ DGP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് കലാശിച്ചത് തെരുവ് യുദ്ധത്തിലായിരുന്നു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് തീരും മുൻപേ പോലീസ് ജലപീരങ്കിയും ഗ്രനേഡും കണ്ണീർവാതകവുമായി പ്രവർത്തകരെ നേരിട്ടു. ദേഹാസ്വസ്ഥത നേരിട്ട K സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ചികിത്സ തേടിയിരുന്നു. തുടക്കം മുതൽക്ക് തങ്ങൾ പ്രകോപിപ്പിച്ച പ്രവർത്തകർക്ക് മേൽ സമാനതകളില്ലാത്ത വിധം പോലീസ് കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മ്യൂസിയം പരിസരത്ത് നിന്ന് തുടങ്ങിയ മാർച്ച് പതിവ് പോലെ നവകേരള സദസ്സിന്റെ ബോർഡുകൾ നശിപ്പിച്ചുകൊണ്ടിരുന്നു. DGP ഓഫീസിന് സമീപത്തെത്തിയ നേതാക്കൾ വാഹനത്തിൽ സജ്ജീകരിച്ച സ്റ്റേജിൽ ഇരിപ്പുറപ്പിച്ചപ്പോൾ ബാരിക്കേഡിന് സമീപം നിലയുറപ്പിച്ച പ്രവർത്തകർ പോലീസിനെ കടന്നാക്രമിച്ചു. കല്ലും ആണി തറച്ച പട്ടികയും നിരന്തരം തങ്ങൾക്കുമേൽ പറന്നിറങ്ങിയപ്പോൾ നേതാക്കളുടെ പ്രസംഗം തീരാൻ വരെ കാത്തിരിക്കാനുള്ള തീരുമാനം പോലീസ് ഉപേക്ഷിച്ചു. ജലപീരങ്കിയിൽ തുടങ്ങി. കല്ലേറ് തുടർന്നതിനാൽ അടുത്ത നടപടി ഗ്രനേഡിന്റെ രൂപത്തിൽ. വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ തലക്ക് മുകളിലേക്ക് ഗ്രനേഡ് പൊട്ടുന്നതുവരെ കാര്യങ്ങളെത്തി. ശേഷം ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട നേതാക്കളെ വേദിയിൽ നിന്നിറക്കി. ഇതിനിടയിൽ തുടർച്ചയായി കണ്ണീർവാതകവും നേതാക്കളും പ്രവർത്തകരും ചിതറിയോടി. വീണ്ടും സംഘടിച്ചെത്തിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളിൽ എല്ലാം അവസാനിപ്പിക്കുകയായിരുന്നു.